സാമൂഹ്യ മാധ്യമത്തിൽ ബിനു പഴയച്ചിറയുടെ ഒരു കുറിപ്പ് കാണാനിടയായി. അതിങ്ങനെയാണ്: സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനും കേരള റീജിയണിലെ ലത്തീൻ സഭയിലെ 8 പിതാക്കന്മാർക്കുമെതിരെ വ്യാജരേഖ നിർമ്മിച്ച കേസിലെ പ്രതിയായ ഫാദർ ബെന്നി മാരാപ്പറമ്പിൽ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി ഇന്ന് പിൻവലിച്ചു. സഭയുടെ ആഭ്യന്തരമായ പഠനത്തിന്റെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശപ്രകാരം ജോസഫ് ഇഞ്ചിയോടി എന്ന ആളുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ട് തികച്ചും കോൺഫിഡൻഷ്യലായി സമർപ്പിക്കുക എന്നതായിരുന്നു പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള നിർദ്ദേശം. അതിന്റെ ഭാഗമായി വിവിധ ആളുകളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചപ്പോൾ വ്യാജരേഖ കേസിലെ പ്രതികളും തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിയായി ചില പരാമർശങ്ങൾ ഉണ്ട് എന്നതിന്റെ പേരിലാണ് വ്യാജരേഖ കേസിലെ പ്രതിയായ ഫാദർ ബെന്നി വ്യാജരേഖ കേസിന്റെ വിചാരണ വേളയിൽ അത് തടസ്സപ്പെടുത്തുവാനായി ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് വിവിധ കോടതികളെ സമീപിച്ചത്. വിചാരണ കോടതിയും ജില്ലാ കോടതിയും പ്രസ്തുത ആവശ്യം മുൻപ് തള്ളിയിരുന്നു. തുടർന്നാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് ഒരു പബ്ലിക് രേഖയല്ല എന്ന് ഇഞ്ചിയോടി തന്നെ കോടതിയിൽ നിന്നും ഓർഡർ വാങ്ങിയിട്ടുള്ളതുമാണ്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഫാദർ ബെന്നി ഹൈക്കോടതിയിൽ സമീപിച്ചത്. ഫാദർ ബെന്നിയുടെ ഹർജിയുടെ വാദത്തിനിടയിലാണ് സർക്കാരിന് വേണ്ടി ഹാജരായ ഹൈക്കോടതിയിലെ പ്ലീഡർ വസ്തുത കാര്യം ഹൈക്കോടതി അറിയിച്ചത്. അതോടുകൂടി ഹൈക്കോടതിയിലെ ഹർജി തള്ളുമെന്ന നിലയിൽ എത്തിയപ്പോഴാണ് ഹൈക്കോടതിയുടെ കാല് പിടിച്ചുകൊണ്ട് തങ്ങൾ ഹർജി പിൻവലിക്കുകയാണെന്ന് ഫാദർ ബെന്നിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. കേസിന്റെ വിചാരണ തടസ്സപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടുകൂടി കേസിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് താമസം വരുത്തുവാൻ വ്യാജരേഖ കേസിലെ പ്രതികൾ നടത്തുന്ന നാടകങ്ങളുടെ ഒരു എപ്പിസോഡ് കൂടി ഇന്ന് ഹൈക്കോടതിയിൽ അവസാനിക്കുകയാണ്. ആസ്ഥാന നുണയൻ ഇഞ്ചോടി കമ്മീഷനെ സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ വരുത്തുവാനായി നിരന്തര പരിശ്രമം നടത്തുന്ന ഈ സമയത്ത് ഹൈക്കോടതിയിൽ നിന്നും ഹർജി പിൻവലിച്ച് ഓടേണ്ടി വന്ന സാഹചര്യം സുനഹദോസ് വിരുദ്ധരുടെ നിലപാടിനേറ്റ അടിയാണ്. സീറോ മലബാർ സഭ സിനഡിന് വേണ്ടി വ്യാജരേഖ കേസിലെ പരാതിക്കാരനായ ഫാദർ ജോബി മാപ്രക്കാവലിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് എസ് രാജീവ്, അഡ്വക്കേറ്റ് ഡാൽബി ഇമ്മാനുവൽ എന്നിവരാണ്. വ്യാജരേഖ കേസിൽ സർക്കാർ അഡ്വക്കേറ്റ് NP ഉണ്ണികൃഷ്ണനെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിട്ടുണ്ട്. കേസിന്റെ വിചാരണ നടപടികൾ കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉടൻ തന്നെ പുനരാരംഭിക്കുന്നതുമാണ്.